ഈ വരുന്ന ക്രിസ്മസ് എക്സാമിന് +1 അക്കൗണ്ടൻസിയിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എങ്ങനെ എളുപ്പ വഴിയിലൂടെ നല്ല മാർക്ക് സ്കോർ ചെയ്യാം എന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്. അതിന് ഉത്തരമായിട്ടാണ് ഞാനുള്ളത്. നിങ്ങൾക്കറിയാം 60 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ, അതിലുള്ള ബഹുഭൂരിഭാഗവും നിങ്ങൾക്കറിയാം ഒരു 35-40% വരെ തിയറി ക്വസ്റ്റ്യൻസ് മാത്രം അറ്റൻഡ് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ പറ്റും. 1 മാർക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാവും, 2 മാർക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഈവൻ 4 മാർക്ക് 5 മാർക്കിന് വരെ തിയറി ക്വസ്റ്റ്യൻസ് ചോദിച്ച വർഷങ്ങളുണ്ട്. സോ തിയറി മാത്രം പഠിച്ച് നമുക്ക് എന്ത് ചെയ്യാം, നല്ല മാർക്ക് സ്കോർ ചെയ്യാം. ചില കുട്ടികൾക്ക് തിയറി വളരെ ഈസിയാണ്. സോ നോക്കാം എന്തെല്ലാം തിയറി ക്വസ്റ്റ്യൻസ് ആണ്. ലിബാൻ സാർ നിങ്ങളെ എല്ലാ രീതിയിലുള്ള പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തിത്തരും. സോ നോക്കാം തിയറി ക്വസ്റ്റ്യൻ. ഒന്നാമത്തെ ചോദ്യം, വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ് ഓഫ് അക്കൗണ്ടിങ്? കഴിഞ്ഞ വർഷത്തെ ഫൈനൽ എക്സാമിനും കഴിഞ്ഞ കൊല്ലത്തെ ക്രിസ്മസ് എക്സാമിനും ഇതേ ചോദ്യം 3 മാർക്കും ചോദിച്ചിട്ടുണ്ട്. എന്താ അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്? എന്തിനാണ് അക്കൗണ്ടിങ് ചെയ്യുന്നത്? ഒന്ന്, അക്കൗണ്ടിങ്ങിൻ്റെ റെക്കോർഡ്സുകൾ അല്ലെ, മെയിൻറ്റെയിൻ റെക്കോർഡ്സ് ഓഫ് ദ ബിസിനസ്സിൻ്റെ ട്രാൻസാക്ഷൻസിനെ കറക്റ്റ് റെക്കോർഡുകൾ കീപ്പ് ചെയ്യണം അല്ലേ, എഴുതി സൂക്ഷിച്ച് നോക്കാൻ. 2, പ്രോഫിറ്റും ലോസും കാൽക്കുലേറ്റ് ചെയ്യാൻ. മൂന്നാമത്തത് ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ, നമുക്ക് എത്ര പൈസ കിട്ടാനുണ്ട്, എത്ര കൊടുക്കാൻ, ക്യാഷ് എത്ര, സ്റ്റോക്ക് എത്ര, എത്ര ആസ്തി ഉണ്ട്, എത്ര ബാധ്യതയുണ്ട് തുടങ്ങിയ കാൽക്കുലേറ്റ് ചെയ്യണം. പ്രൊവൈഡ് ഇൻഫർമേഷൻ ടു യൂസർ, നമ്മുടെ ബിസിനസ്സിൻ്റെ ഇൻഫർമേഷൻ ആവശ്യമുള്ള ഓണേഴ്സിന് എത്ര പ്രോഫിറ്റ് ആണെന്ന് അറിയണം. ഇപ്പം പർച്ചേസ് ചെയ്യുന്ന ആൾക്ക് നമ്മുടെ ബിസിനസ്സിൻ്റെ എത്ര സ്റ്റോക്ക് ഉണ്ടെന്ന് അറിയണം, ക്യാഷ് എത്ര ബാലൻസ് ഉണ്ടെന്ന് അറിയണം. സോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയണം. അതുപോലെ വേറെയും ഓപ്ഷൻസ് എന്താ, അസിസ്റ്റൻസ് ടു മാനേജ്മെൻറ്റ് ഉണ്ട്. എന്താണ് അസിസ്റ്റൻസ് ടു മാനേജ്മെൻറ്റ്? സോ അങ്ങനെ പല അഥവാ നമ്മുടെ ബിസിനസ്സിനെ മാനേജ് ചെയ്യാൻ എന്ത് ചെയ്യും, അവർ ഹെൽപ്പ് ചെയ്യും. സോ അങ്ങനെ കുറേ കാര്യങ്ങൾ എന്തുണ്ട് അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ് ആയിട്ടുണ്ട്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത്തത് എന്താണെന്ന് വെച്ചാൽ ലിസ്റ്റ് ദ യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. അക്കൗണ്ടിങ് ഇൻഫർമേഷൻ്റെ യൂസേഴ്സ് ആരൊക്കെ? പല ടൈപ്പ് ഓഫ് യൂസേഴ്സിന്. ഒന്ന് ഇൻറ്റേർണൽ യൂസറിൻ്റെ ഒന്ന് ഇൻറ്റേർണൽ ടൈപ്പാണ്. രണ്ടാമത്തത് എക്സ്റ്റേണലാണ്. സോ ഇൻറ്റേർണലിൽ പെടുന്ന ആൾക്കാരൊക്കെ അതൊരു ഓർഡർ ഉണ്ട്. ബിസിനസ്സിൻ്റെ ഓണറാണ് ഫസ്റ്റ് വന്ന് വരിക. ഓണർ കഴിഞ്ഞാൽ അടുത്ത ആരാടാ? അടുത്തത് മാനേജേഴ്സ് അല്ലേ. സോ മാനേജേഴ്സിന് അണ്ടറിൽ വരുന്ന ആൾക്കാരാണ് എന്ത് പറയുക, സൂപ്പർവൈസേഴ്സ് അല്ലേ. സോ 3 എണ്ണമായി. നമ്മൾ ആ ഓർഡറിൽ പറഞ്ഞപ്പോൾ തന്നെ ഇത് 3 ആൾക്കാരായി. സൂപ്പർവൈസറിന് താഴെ നിന്നുണ്ടാകും എംപ്ലോയീസ് അല്ലേ. എംപ്ലോയീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ജോലിക്കാർ. ഏറ്റവും താഴ്ന്ന ലെവലാണ് എംപ്ലോയീസ് വരുന്നത്. സോ ഈ ഒരു 4 പഠിച്ചു വെച്ചാൽ മതി. എക്സ്റ്റേണൽ ഔട്ട്സൈഡേഴ്സ് ഒരുപാടുണ്ട്. ഡെപ്റ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ്, കസ്റ്റമേഴ്സ്, ബാങ്ക്, ട്രേഡ് യൂണിയൻ അല്ലേ. ട്രേഡ് യൂണിയൻ ഉണ്ട്, ഗവൺമെൻറ് ഉണ്ട് അല്ലേ, GST, ഇൻകം ടാക്സുകൾ, പിന്നെ എന്തൊക്കെ വേറെയും ഒരുപാട് ഐറ്റംസ് ഉണ്ട്, സപ്ലയേഴ്സ്. സോ അങ്ങനെയൊക്കെ ഇൻവെസ്റ്റേഴ്സ്, അതൊക്കെ എന്ത് ചെയ്യും, ഇതിൽപ്പെട്ട ആൾക്കാരാണ്. സോ ഇൻറ്റേർണലും എക്സ്റ്റേണലും സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമ്മൾ പഠിക്കണം. ദെൻ വാട്ട് ആർ ദ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ? ഒരു അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് ഉണ്ടെങ്കിൽ അതിന് വേണ്ട ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് 4 എണ്ണമാണ്. ഒന്നെന്താ, റിലയബിലിറ്റി, റെലവൻസ്, അണ്ടർസ്റ്റാൻഡബിലിറ്റി, കമ്പാരബിലിറ്റി. എന്താ റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിങ്ങിൻ്റെ ഇൻഫർമേഷൻ ഫ്രീ ഫ്രം ബയാസ് ആൻഡ് ഫെയ്ത്ത്ഫുൾനെസ് ഉണ്ടായിരിക്കും. അഥവാ വളരെ സെറ്റായിരിക്കും. അതിലൊരു മിസ്റ്റേക്ക് ഉണ്ടാവാൻ പാടില്ല. ബയാസ് ഒരാൾ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തതായിരിക്കും. മിസ്റ്റേക്കും കാര്യങ്ങളും ഉണ്ടാവരുത്. അക്കൗണ്ടിങ്ങിൻ്റെ കൺസെപ്റ്റ് പ്രകാരം തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്യണം. റിലവൻസ് എന്താ, അവൈലബിൾ ഓഫ് റിലവൻറ്റ്, ആവശ്യമുള്ള ഇൻഫർമേഷൻ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആവശ്യമുള്ള സമയത്ത്, റൈറ്റ് ഇൻഫർമേഷൻ ടു ദ റൈറ്റ് പേഴ്സൺ ഇൻ ദ റൈറ്റ് ടൈം. ആവശ്യമുള്ള ഇൻഫർമേഷൻ ആവശ്യമുള്ള വ്യക്തിക്ക് ആവശ്യമുള്ള സമയത്ത് കിട്ടണം. അണ്ടർസ്റ്റാൻഡബിലിറ്റി, നമ്മളെ ആർക്കും മനസ്സിലാവുന്ന രീതിയിലായിരിക്കണം അക്കൗണ്ടിങ് ചെയ്യേണ്ടത്. സോ അത് വളരെ ഈസി ആയിട്ട് അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. കമ്പയറബിലിറ്റി, നമ്മുടെ ഡാറ്റ മറ്റൊരാളുടെ ഡാറ്റ ആയിട്ടും നമ്മുടെ ഡാറ്റ നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ഡാറ്റ ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, കമ്പയർ ചെയ്യാൻ പറ്റണം. കഴിഞ്ഞ കൊല്ലത്തേക്കാൾ കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടല്ലോ, അവരെക്കാൾ കൂടുതൽ പ്രോഫിറ്റ് നമുക്കുണ്ടല്ലോ. സോ അങ്ങനെ നമുക്ക് കമ്പാരബിലിറ്റി എന്ത് ചെയ്യണം, മസ്റ്റ് ആയിട്ട് വേണം. സോ ഈ 4 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ ഫോളോയിങ്. എന്താ ഡ്രോയിങ്സ് എന്താണ്, ക്ലോസിംഗ് സ്റ്റോക്ക് എന്താ, പ്രോഫിറ്റ് എന്താണ്, സോഴ്സ് ഡോക്യുമെന്റ് എന്താ ഡ്രോയിങ്സ്? എമൗണ്ട് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദ ഓണർ ഈസ് കോൾഡ് ക്യാപിറ്റൽ അല്ലേ. ബിസിനസ്സിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത പൈസക്ക് ക്യാപിറ്റൽ എന്ന് പറയും. അങ്ങനെ നമ്മൾ ഡ്രോയിങ്സ് എന്താ, എമൗണ്ട് വിഡ്രോവൽ ഓഫ് മണി ബൈ ദ ഓണർ ബിസിനസ്സിന് സ്വന്തം സ്വകാര്യ ആവശ്യത്തിന് വേണ്ടി ബിസിനസ്സിന് പൈസ പിൻവലിക്കുന്നുണ്ടെങ്കിൽ അതിന് ഡ്രോയിങ്സ് എന്ന് പറയും. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് ദ എമൗണ്ട് ഓഫ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ചരക്ക്. നമ്മൾ ബിസിനസ്സിൽ വാങ്ങും അത് വിൽക്കും, അങ്ങനത്തെ ഐറ്റംസ് ആണ് ചരക്ക്. ഫർണിച്ചർ, അതുപോലെ കമ്പ്യൂട്ടറുകൾ, മെഷീനറി, AC അതും വാങ്ങി വിൽക്കുന്ന ഐറ്റംസ് അല്ല, നമ്മൾ ഉപയോഗിക്കുന്ന ഐറ്റംസാണ്. സ്റ്റോക്ക് നമ്മൾ ഉപയോഗിക്കുമോ, നമ്മൾ വിൽക്കാൻ വേണ്ടി വെച്ച വസ്തു നമ്മൾ ഉപയോഗിക്കുമോ, ഇല്ലല്ലോ, അത് അവിടെ വിൽക്കാൻ വേണ്ടി വെക്കുകയല്ലേ ചെയ്യുക. സോ അത്തരം ഗുഡ്സ് ഉണ്ടാവില്ലേ. ലൈങ് അൺസോൾഡ് അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയർ, ഒരു വർഷത്തിന് അവസാനം ബാലൻസ് ആയി കിടക്കുന്നത്, സോൾഡ് വിൽക്കപ്പെടാതെ ബാലൻസ് കിടക്കുന്നതിനാണ് എന്ത് പറയുക, ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, എക്സസ് ഓഫ് ഇൻകം ഓവർ എക്സ്പെൻഡിച്ചറല്ല എക്സ്പെൻസ്, നമ്മുടെ ചെലവിനേക്കാൾ കൂടുതലാണ് വരുമാനമെങ്കിൽ അതാണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. സോഴ്സ് ഡോക്യുമെന്റ് നടന്നാൽ ഡോക്യുമെന്ററി എവിഡൻസ് ഇൻ സപ്പോർട്ട് ഓഫ് എ ട്രാൻസാക്ഷൻ. ഒരു ഇടപാട് നടന്നാൽ ആ ഇടപാടിനെ തെളിവുകൾക്കാണെന്ന് പറയുന്നത് സോഴ്സ് ഡോക്യുമെന്റ് എന്ന് പറയും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു AC വാങ്ങി, ആ ACക്ക് ഒരു ബില്ലുണ്ടാകും, ആ ബില്ലിൽ പറയും ഈ ACക്ക് ഇത്ര രൂപയാണ് വില എന്നുള്ളത്. സോ അതിൻ്റെ വില അവിടെ ശരി വെക്കുന്നുണ്ട്. 50,000 രൂപേൻ്റെ AC, 25,000 രൂപേൻ്റെ AC. സോ അത് ആ ഒരു സോഴ്സ് ഡോക്യുമെന്റ് കണ്ടാൽ നമുക്ക് ഉറപ്പാവും, ഓക്കെ ഇത് ഇത്ര രൂപേൻ്റെ AC ആണെന്നുള്ളത്. സോ ആ ട്രാൻസാക്ഷൻസിനെ ശരി വെച്ചു, അതിൻ്റെ തെളിവാണ് ആ പറയപ്പെട്ട ഡോക്യുമെന്റ് എന്നുള്ളത്. എവറി ഡെബിറ്റ് ദർ ഇസ് എൻ ഈക്വൽ ക്രെഡിറ്റ്. ഒരു ഡെബിറ്റ് ഉണ്ടെങ്കിൽ അതിന് ഈക്വൽ ക്രെഡിറ്റ് ഉണ്ടാവും. അത് ഏത് അക്കൗണ്ടിങ്ങിൻ്റെ പ്രിൻസിപ്പിളാണ്, ഡുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ്. എന്താ മക്കളെ, ഡുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഡബിൾ
എൻട്രി ഇക്വേഷൻ കോൺസെപ്റ്റ് എന്ന് പറയും. റൈറ്റ് ദ എക്സാമ്പിൾ ഫോർ സോഴ്സ് ഡോക്യുമെന്റ്. സോഴ്സ് ഡോക്യുമെന്റ് എക്സാമ്പിൾസ് എന്തൊക്കെ? ബില്ല്, അതുപോലെ ഇൻവോയ്സ്, പിന്നെ ക്രെഡിറ്റ് നോട്ട് അല്ലേ, ക്രെഡിറ്റ് നോട്ട് ഉണ്ട്, ഡെബിറ്റ് നോട്ട് ഉണ്ട്, പേ സ്ലിപ്പ്, ബാങ്ക് സ്ലിപ്പ്, ഇതൊക്കെ എന്താണ് സോഴ്സ് ഡോക്യുമെന്റ്സിന്റെ എക്സാമ്പിൾസിൽ പെട്ടതാണ്. അക്കൗണ്ടിങ്ങിന്റെ 3 ബ്രാഞ്ചസുകൾ ഏതൊക്കെ? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടിങ്, മാനേജ്മെന്റ് അക്കൗണ്ടിങ്. സോ വളരെ സിമ്പിളാണ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടും P&L ബാലൻസ് ഷീറ്റും അഥവാ നമ്മുടെ ബിസിനസ്സിന് പ്രോഫിറ്റും ലോസും റെക്കോർഡ് ചെയ്യാൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടിങ് ആണ്. കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പ്രൊഡക്ഷൻ്റെ കോസ്റ്റ് കാണാനും അതുപോലെ തന്നെ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മാനേജീരിയൽ ഡിസിഷൻസ് തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന അക്കൗണ്ടിങ്ങിൻ്റെ ബ്രാഞ്ചിലാണ് എന്താ പറയുക? മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. എക്സ്പ്ലെയിൻ ഇനി 4 അക്കൗണ്ടിങ് കൺസെപ്റ്റ്. 4 അക്കൗണ്ടിങ് കൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുക. ഒന്നെന്താ? അക്കൗണ്ടിങ് പീരീഡ് കൺസെപ്റ്റ്. എന്താ? അക്കൗണ്ടിങ്ങിൻ്റെ എല്ലാ ട്രാൻസാക്ഷനും ഒരു പീരീഡിക്കലി നമ്മൾ റെക്കോർഡ് ചെയ്യണം. ഒരു വർഷത്തേക്ക് അല്ലെങ്കിൽ ഇത്ര കാലത്തേക്ക്, ഒരു കാലത്തേക്കായിരിക്കണം. സോ അക്കൗണ്ടിങ് പീരീഡ് എങ്ങനെ? ഒരു സ്പെസിഫിക് ഇൻ്റർവെല്ലേക്കായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ പ്രോഫിറ്റും ലോസൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുക. ബിസിനസ് തുടങ്ങി അന്ന് മുതൽ ഇന്ന് വരെയുള്ള പ്രോഫിറ്റ് അല്ല, ഓരോ വർഷമാണ് നമ്മൾ എന്ത് ചെയ്യുക? പ്രോഫിറ്റും കാര്യങ്ങളും കാൽക്കുലേറ്റ് ചെയ്യുക. രണ്ടാമത് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്. ബിസിനസ് വേറെയാണ്, ഓണർ വേറെയാണ്. സോ ബിസിനസ് ഹാസ് എ സെപ്പറേറ്റ് എക്സിസ്റ്റൻസ് ഫ്രം ഇറ്റ്സ് ഓണേഴ്സ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്നുള്ളത് കേട്ടോ. മൂന്നാമത് മണി മെഷർമെന്റ് കോൺസെപ്റ്റ്. ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മണി മെഷർമെന്റ് എന്ന് പറയുമ്പോൾ എന്താ? ബിസിനസ്സിൽ പണത്തിൻ്റെ മൂല്യത്തിൽ വാല്യൂ ചെയ്യാൻ പറ്റിയ ഐറ്റംസ് മാത്രമേ റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്ത ഐറ്റംസ് എന്ത് ചെയ്യരുത്? നമ്മൾ റെക്കോർഡ് ചെയ്യരുത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവും. ഒരാളെ ക്വാളിറ്റി അത് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഒരാളെ സൗന്ദര്യം, ഒരാളെ കഴിവ്, അത് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നതല്ല. ഇവിടെല്ല, ഇവരാണ് ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ്. ലാസ്റ്റ് ആണ് എന്താ? കൺസർവേറ്റിസം. നാലാമത് മാച്ചിങ് കൺസെപ്റ്റ്. മാച്ചിങ് കൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ട്രാൻസാക്ഷൻസിൻ്റെ ഒരു അക്കൗണ്ടിങ് പീരീഡിൽ എന്ത് ചെയ്യും? ആ വർഷത്തെ എക്സ്പെൻസുകൾ ആ വർഷത്തെ ഇൻകംസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? തീർച്ചയായിട്ടും മാച്ച് ചെയ്തിരിക്കണം. അതത് വർഷത്തെ എക്സ്പെൻസ് അതത് വർഷത്തെ ഇൻകം ആയിട്ട് മാച്ച് ചെയ്തിരിക്കണം. കൺസർവേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ആൻറ്റിസിപ്പേഷൻ ഓഫ് ലോസ് ബട്ട് നോട്ട് പ്രോഫിറ്റ്. നമുക്കൊരു നഷ്ടം വരുമെന്ന് കണ്ടാൽ അത് നമ്മൾ അപ്പം തന്നെ റെക്കോർഡ് ചെയ്തിരിക്കണം. പക്ഷെ ഒരു ലാഭം മുൻകൂട്ടി കണ്ടിട്ട് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്? അത് റെക്കോർഡ് ചെയ്യാൻ പാടുള്ളതല്ല. അന്നേരം കണ്ടോ, ഇവിടെ 4 ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. എന്താ? ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂഡ് അറ്റ് കോസ്റ്റ് ഓർ മാർക്കറ്റ് വാല്യൂ വിച്ച് എവർ ഈസ് ലെസ്. ക്ലോസിംഗ് സ്റ്റോക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മാർക്കറ്റ് വാല്യൂ അല്ലെങ്കിൽ കോസ്റ്റ് വിച്ച് എവർ ഈസ് ലെസ്. അഥവാ നമ്മൾ 100 രൂപക്ക് വാങ്ങിയൊരു സ്റ്റോക്ക്, അതിനിപ്പം 60 രൂപ വാല്യൂ ഉള്ളൂ, മാർക്കറ്റ് ഇടിഞ്ഞു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ നഷ്ടം വന്നോ? ഇല്ല, അത് നമ്മൾ 60 രൂപക്ക് വിറ്റാലേ നഷ്ടമാവുള്ളൂ. ഇപ്പം അതിനെ മാർക്കറ്റ് വാല്യൂ ഇടിഞ്ഞു എന്ന് കരുതി നമ്മളത് അങ്ങനെ റെക്കോർഡ് ചെയ്യണം? വേണം. കാരണം എന്താ? കൺസർവേറ്റിസം കോൺസെപ്റ്റ് പറയുന്നുണ്ട്, ഒരു ലോസ് വരുന്ന കണ്ടാൽ അപ്പം തന്നെ അത് റെക്കോർഡ് ചെയ്തിരിക്കണം. സോ അതെന്താ? എന്ത് കോൺസെപ്റ്റാണ് അത്? കൺസർവേറ്റിസം. ഇവിടെ കൺസർവേറ്റിസം കോൺസെപ്റ്റാണ്. എവറി ട്രാൻസാക്ഷൻ വിൽ ഹാവ് 2 ആസ്പെക്ട്. എല്ലാ ട്രാൻസാക്ഷനും 2 ആസ്പെക്ട് ആണ്. എന്താ? ഡുവൽ ആസ്പെക്ട് കൺസെപ്റ്റ് ആണ്. ബിസിനസ് ഈവൻ നോട്ട് റെക്കോർഡ് ഇൻ അക്കൗണ്ടിങ്. എല്ലാ ബിസിനസ് ഈവൻറ്റും അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യില്ല. കാരണം എന്താ? ക്വാളിറ്റേറ്റീവ് കാര്യങ്ങൾ നമ്മൾ റെക്കോർഡ് ചെയ്യില്ല. മണി മെഷർമെന്റ് കൺസെപ്റ്റ് ആണ്. മോണിറ്ററി വാല്യൂ ഉള്ളത് മാത്രമേ റെക്കോർഡ് ചെയ്യുള്ളൂ. അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഷുഡ് ബി ഫ്രീ ഫ്രം ബയാസ്. അയ്യോ, ഇതെന്താ? ഇത് റിലയബിലിറ്റി അല്ലേ? റിലയബിലിറ്റി ആണ്. പക്ഷേ എന്തുകൊണ്ടാണ് റിലയബിലിറ്റി വരുന്നത്? ഒബ്ജക്റ്റിവിറ്റി കോൺസെപ്റ്റ് ആണിത്. അക്കൗണ്ടിങ് ഇൻഫർമേഷൻ വളരെ നല്ല ഉദ്ദേശത്തോടു കൂടി എങ്ങനെയാണോ അത് പ്രിപ്പയർ ചെയ്യേണ്ടത് അതേ രീതിയിൽ തന്നെ ചെയ്യണം. അവിടെ മിസ്റ്റേക്സും കാര്യങ്ങളും വരാൻ പാടുള്ളതല്ല. ജേർണലും ലെഡ്ജറും തമ്മിലുള്ള ഡിഫറൻസ് മോസ്റ്റ് പ്രോബബ്ലി 4 മാർക്കിനോ 5 മാർക്കിനോ ഏറ്റവും വലിയ തിയറി ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇതായിരിക്കും. ജേർണലിന് അടുത്ത് നമ്മൾ വ്യത്യാസം എന്താ? ജേർണൽ ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി, ബുക്സ് ഓഫ് ഫൈനൽ എൻട്രി ആണ്. ട്രാൻസാക്ഷൻ ഫസ്റ്റ് എവിടെ റെക്കോർഡ് ചെയ്യുക? ജേർണലിലാണ്. ജേർണൽ റെക്കോർഡ് ചെയ്ത ട്രാൻസാക്ഷൻ എന്ത് ചെയ്യും? ഫൈനലി അവിടെ നിന്ന് എന്ത് ചെയ്യും? ലെഡ്ജറിലേക്ക് നമ്മൾ എന്താ ചെയ്യുക? ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്താ ചെയ്യുക? ലെഡ്ജറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ദെൻ ട്രാൻസാക്ഷൻ റെക്കോർഡ് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ. എന്താ ക്രോണോളജിക്കൽ? 1, 2, 3 അത് ഡേറ്റ് ഓർഡറിലാണ് റെക്കോർഡ് ചെയ്യുക. പക്ഷേ ഇവിടെ അനലിറ്റിക്കൽ ഓർഡർ. എന്താ അനലിറ്റിക്കൽ ഓർഡർ? അതിലൊരു ലോജിക്കൽ ഓർഡർ ഉണ്ട്. ദെൻ ജേർണലിൽ ഈ ഒരു പോർഷൻ നിങ്ങൾക്ക് വേണമെന്ന് നിർബന്ധമില്ല. ദെൻ എന്താണ്? ഇതും ആവശ്യമില്ല. ദെൻ ജേർണൽ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്നതിന് ജേർണലൈസിംഗ് എന്നാണ് പറയുക. ലെഡ്ജറിൽ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്നതിന് പോസ്റ്റിംഗ് എന്നാണ് പറയുക. സോ 1, 2, 3, 4 ഐറ്റംസ് നിങ്ങൾ എന്ത് ചെയ്തു? പഠിച്ചു. 5 ഐറ്റം നിങ്ങൾ പഠിച്ചു. സോ അത്ര മാത്രം മതി. അത് പിന്നെ എന്ത് പറയും? ജേർണൽ എന്ത് പറയും? ബുക്സ് ഓഫ് ഓക്കെ. ദെൻ ബുക്സ് ഓഫ് പ്രൈമറി എൻട്രി എന്ന് പറയും. എന്താണ്? ബുക്സ് ഓഫ് പ്രൈമറി എൻട്രി എന്ന് പറയും. അതുപോലെ ബുക്സ് ഓഫ് സെക്കൻഡറി എൻട്രി എന്ന് പറയും. അതേപോലെ ഇവിടെ ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാൻ പറ്റുമോ? ജേർണൽ ഉപയോഗിച്ച് ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? ലെഡ്ജർ ഉണ്ടെങ്കിൽ ആ ലെഡ്ജറിൻ്റെ ബാലൻസ് ഉപയോഗിച്ച് മാത്രമേ ഫൈനൽ അക്കൗണ്ട്സ് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇവിടെ 6 ഡിഫറൻസുകൾ നിങ്ങൾ എന്ത് ചെയ്ത് പഠിച്ചു. സോ ഇതിൽ ഏതെങ്കിലും 4 നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം? തീർച്ചയായിട്ടും ഓർത്ത് വെച്ചിരിക്കണം. സ്റ്റേറ്റ് എനി 5 കോസസ് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ ബാങ്ക് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് ആൻഡ് ക്യാഷ് ബുക്ക്. ക്യാഷ് ബുക്കിലെയും പാസ്ബുക്കിലെയും വ്യത്യാസങ്ങൾ അല്ലേ? ബാലൻസിൻ്റെ വ്യത്യാസം വരാനുള്ള
ഡിഫറൻസുകൾ. സോ ഇതും ഉറപ്പാണ് 2-3 മാർക്ക് നിങ്ങൾക്ക് ചോദിക്കും. എന്താ ഒന്ന് ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസന്റ്. ഈ ചെക്ക് ഇഷ്യൂ ചെയ്തു, ഒരാൾക്ക് ചെക്ക് കൊടുത്തു, പക്ഷേ അയാൾ എന്ത് ചെയ്തില്ല, ആ ചെക്ക് ബാങ്കിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്തിട്ടില്ല. ചെക്ക് പെയ്ഡ് ഇൻ ടു ബാങ്ക് ബട്ട് നോട്ട് ക്ലിയർഡ്. നമ്മളൊരു ചെക്ക് ബാങ്കിൽ കൊടുത്തു, പക്ഷേ ബാങ്ക് എന്ത് ചെയ്തില്ല, ആ ചെക്ക് ക്ലിയർ ആക്കി തന്നില്ല. ഡയറക്റ്റ് ഡെബിറ്റ് മെയ്ഡ് ബൈ ബാങ്ക് ഓൺ ബിഹാഫ് ഓഫ് ദ കസ്റ്റമർ. നമുക്ക് വേണ്ടി നമ്മുടെ ബാങ്കിൽ എന്ത് ചെയ്തു, നമുക്ക് വേണ്ടി എന്തെങ്കിലും ഡെബിറ്റ് ചെയ്തു. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഒരു ചിലവ്, ഒരു റെന്റ് എന്ത് ചെയ്തു, ബാങ്ക് കൊടുത്തു. അപ്പോൾ നമ്മുടെ ബാങ്കിൽ എന്ത് ചെയ്യും, ബാലൻസ് കുറയും. എമൗണ്ട് ഡയറക്റ്റ്ലി ഡെപ്പോസിറ്റ് ഇൻ ദ ബാങ്ക്. നമ്മുടെ ഒരു കസ്റ്റമർ നമ്മുടെ ബാങ്കിലേക്ക് ഡയറക്റ്റ് ആയിട്ട് പൈസ ഇട്ടു, അപ്പോൾ നമ്മുടെ ബാങ്കിലെ ബാലൻസ് എന്ത് ചെയ്തു, കൂടി. ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻഡ് കളക്ടർ. നമ്മുടെ ബാങ്കിലേക്ക് ഇൻട്രസ്റ്റോ ഡിവിഡൻഡോ വന്നു, അപ്പോൾ നമ്മുടെ ബാങ്കിലെ ബാലൻസ് എന്ത് ചെയ്യും, കൂടും. ഡയറക്റ്റ് പേയ്മെന്റ് മെയ്ഡ് ദ ബൈ ബാങ്ക് ഓൺ ബിഹാഫ് ഓഫ് കസ്റ്റമർ. നമുക്ക് വേണ്ടി നമ്മൾ നേരത്തെ ബാങ്ക് എന്ത് ചെയ്തു, നമുക്ക് എന്തെങ്കിലും പേയ്മെന്റ് ചെയ്തു. അതേപോലെ ഡയറക്റ്റ് ഡെബിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ ബാങ്കിൽ നിന്ന് പൈസ കുറയും. എന്തൊക്കെ, ഇൻട്രസ്റ്റ് ആയിട്ടോ ചാർജസ് ആയിട്ടോ എന്ത് ചെയ്യും, നമ്മുടെ ബാങ്കിൽ നിന്ന് എന്ത് ചെയ്യും, പൈസ കുറയും. ചെക്ക് അല്ലെങ്കിൽ ബില്ല് ഡിസ്കൗണ്ടർ എന്ത് ചെയ്തു, ഡിസോണറായി. അത്രയും കേസിൽ എന്ത് ചെയ്യും, നമ്മുടെ ബാങ്കിലെ ബാലൻസ് എന്ത് ചെയ്യും, കുറയുന്നതായിരിക്കും. സോ ഇത്തരം കേസ് ആണെന്നുണ്ടാവുക ബാങ്കിലെയും ക്യാഷ് ബുക്കിലെയും ബാലൻസ് ഉണ്ടാവുക ഡിഫറൻസ് ആവാനുള്ള ചാൻസുകൾ കേട്ടോ. സോ ഇത് നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തെങ്കിലും പഠിച്ചിരിക്കണം. പേഴ്സൺ ഹു ഓസ് മണി ടു എൻ എൻ്റർപ്രൈസ്. ഒരു ബിസിനസ്സിലേക്ക് പൈസ തരാനുള്ള ആൾക്ക് എന്താ പറയുക, അയാളെ ഡെപ്റ്റർ എന്നാണ് പറയുന്നത്. വിഡ്രോവൽ ഓഫ് മണി ഓർ ഗുഡ്സ് ബൈ ദ ഓണർ, അത് ഡ്രോയിങ്സ്. സോ ഇത് നമ്മൾ പഠിച്ചാണ് അല്ലേ. ഇത് പ്രോഫിറ്റ് എന്താണെന്ന് അറിയാം. എക്കണോമിക് റിസോഴ്സ് ഓഫ് എൻ എൻ്റർപ്രൈസ്. ഒരു ബിസിനസ്സിലുള്ള റിസോഴ്സസിന് എന്താ പറയുക, തിങ്സ് ഓർ മെറ്റീരിയൽസിനെ ബിസിനസ്സിന് എന്താ പറയുക, അസറ്റ് എന്നാണ് പറയുക. ട്രയൽ ബാലൻസ് എന്തിനാണ് പ്രിപ്പയർ ചെയ്യുന്നത്, ഒന്നാമത്തത് അരിത്മെറ്റിക്കൽ അക്യൂറസി, ലെഡ്ജർ അക്കൗണ്ട്സിൻ്റെ അരിത്മെറ്റിക്കൽ അക്യൂറസി നോക്കാനാണ് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുക. അതുപോലെ എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ ആ എറേഴ്സ് ലൊക്കേറ്റ് ചെയ്യാനും, അതുപോലെ ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാൻ നമ്മുടെ ട്രയൽ ബാലൻസ് എന്ത് ചെയ്യും, നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആകും. ഈ ഒബ്ജക്റ്റീവ് 2 മാർക്കിന് മോസ്റ്റ് പ്രോബബ്ലി എക്സാമിന് ചോദിക്കുന്ന ഒരു പോർഷനാണ്. ലാസ്റ്റ് വൺ, പ്രൊവിഷൻസ് ആൻഡ് റിസർവ്. എന്താ പ്രൊവിഷൻസ്, എന്താണ് റിസർവ്, എന്താ പ്രൊവിഷൻ എന്ന് പറയുമ്പോൾ ഇത് എന്താ പ്രൊവിഷൻ, എന്താ റിസർവ് എന്നല്ല, അതിൻ്റെ ഡിഫറൻസ് ചോദിക്കും. സോ പ്രൊവിഷൻ എന്താണ്, നമ്മുടെ ഒരു ഫ്യൂച്ചർ ലോസ് അല്ലേ, ഫ്യൂച്ചർ ലോസോ അല്ലെങ്കിൽ ലയബിലിറ്റി ഉണ്ടെങ്കിൽ ആ ലയബിലിറ്റിക്ക് എതിരെയായിട്ട് നമ്മൾ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാം. റിസർവ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ പ്രോഫിറ്റ് എടുത്തിട്ട് എന്ത് ചെയ്യും, അത് അപ്രോപ്രിയേറ്റ് ചെയ്തിട്ട് എന്തിനു വേണ്ടിയിട്ട്, നമ്മുടെ ഫിനാൻഷ്യൽ പൊസിഷൻ സ്ട്രെങ്ത് ആക്കാൻ വേണ്ടിയിട്ട് അല്ലേ, സ്ട്രെങ്ത് ആക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ റിസർവ് മാറ്റിയേക്കുന്നത്. ഇതെന്താക്കും, നമ്മുടെ പ്രോഫിറ്റ് കുറയ്ക്കും. എന്താക്കും, പ്രോഫിറ്റ് എന്ത് ചെയ്യും, കുറയ്ക്കും. ഇവിടെ പ്രോഫിറ്റ് കുറയ്ക്കൂല, എന്താണ്, ഇത് പ്രോഫിറ്റിൻ്റെ അപ്രോപ്രിയേഷൻ, എന്താണ് അത് പ്രോഫിറ്റിൽ നിന്ന് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ടാക്സ്, നമ്മുടെ ടാക്സബിൾ പ്രോഫിറ്റ് എന്ത് ചെയ്യും, കുറയ്ക്കും. ഇത് കാരണം അഥവാ പ്രൊവിഷൻ കൂടുമ്പോൾ ടാക്സ് എന്ത് ചെയ്യും, കുറയും. പക്ഷേ ഇവിടെ ടാക്സിൽ നിന്നുണ്ടാവില്ല, ഒരു എഫക്റ്റും ഉണ്ടാക്കുന്നതല്ല. പ്രൊവിഷൻ എന്താകും, പ്രൊവിഷൻ നമ്മുടെ പ്രോഫിറ്റ് ലെസ് ആക്കും. എങ്ങനെ, പ്രൊവിഷൻ പ്രോഫിറ്റ് കുറയ്ക്കുന്നത് മാത്രമല്ല നമ്മുടെ ഡിവിഡൻഡും കുറയ്ക്കും. പ്രോഫിറ്റും അതുപോലെ തന്നെ ഡിവിഡൻഡ് കുറയ്ക്കും. പക്ഷെ ഇവിടെ എന്തെങ്കിലും ഉണ്ടാവില്ല, പ്രോഫിറ്റ് കുറയ്ക്കില്ല, പക്ഷേ എന്താവും, ചില റിസർവ് ആക്കി മാറ്റും. ഫോർ എക്സാമ്പിൾ ജനറൽ റിസർവ് ആണെങ്കിൽ എന്ത് ചെയ്യും, ആ റിസർവ് നമുക്ക് എന്ത് ചെയ്യാം, പിന്നീട് പാർട്ട്നേഴ്സിൻ്റെ ഇടയിൽ എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ബിസിനസ്സിൻ്റെ ഓണേഴ്സിൻ്റെ ഇടയിൽ എന്ത് ചെയ്യാൻ പറ്റും, ഷെയർ ചെയ്യാൻ പറ്റും. പക്ഷേ ജനറലി അഥവാ സ്പെസിഫിക് റിസർവ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് ഒരിക്കലും ഷെയർ ചെയ്യാൻ പറ്റില്ല. എന്ത് ആവശ്യത്തിനാണോ ആ ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രം എന്ത് ചെയ്തിരിക്കണം, യൂസ് ചെയ്തിരിക്കണം. സോ ഇതിൽ ലാസ്റ്റ് പോയിന്റ് നിങ്ങൾ നോക്കേണ്ട ആദ്യത്തെ 3 പോയിന്റ്സ് നിങ്ങൾ എന്ത് ചെയ്യണം, ശ്രദ്ധിച്ച് പഠിച്ചു വെക്കാം. ക്ലിയർ ആയില്ലേ? സോ ഇതേപോലത്തെ നല്ല വീഡിയോസിന് എന്ത് ചെയ്യുക, ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന് എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക.